നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസ് പവേർഡ് ബൈ യൂണിഫോമീസ് ആൻഡ് ബാഗ്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാധാരണ ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് പല കോളേജുകളിലൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ചോദിക്കുന്നത് 3 റൗണ്ടിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജിക്യുമായി ബന്ധപ്പെട്ട് എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ണൂരിലെ തന്നെ ഏറ്റവും വലിയ ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോറൂമാണ് ബാഗ് എന്ന് പറയുന്ന സ്ഥാപനം. ബാഗിൻ്റെ അകത്തളത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത് ബാഗിൻ്റെ അകത്തളത്തിൽ വെച്ച് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കണ്ണൂർ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ബാഗുകളുടെ ഒരു സാമ്രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് ബാഗ്. ഏതൊരു സ്ഥാപനം വിജയിക്കുമ്പോഴും ഒന്നുമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്ന ഒരു സ്ഥാപനം, പൊതുവെ അങ്ങനെ തന്നെ പറയാം നമുക്ക് ഈ ഒരു സ്ഥാപനത്തെയും. പക്ഷെ ഇന്ന് വളരെ സജീവമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാഗുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഒരു സ്ഥാപനം. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരുപാട് വർഷക്കാലമായിട്ട് നമ്മുടെ ചാനലായിട്ട് സഹകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ബാഗിൻ്റെ അമരത്തുള്ള പ്രിയപ്പെട്ട ഗഫൂർക്ക. അസ്സലാമു അലൈക്കും. സുഖമായിരിക്കുന്നു? ഗഫൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ഗഫൂർക്ക നമുക്കൊരു നമ്മുടെ പ്രോഗ്രാമുണ്ട്, നമ്മളായിട്ടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നോ ഒബ്ജക്ഷൻ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ബാഗ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ബാഗ് ശരിക്കും കണ്ണൂർ തുടങ്ങിയിട്ടിപ്പം എത്ര വർഷമായിട്ടുണ്ടോ? 12 വർഷത്തോളായി. ഓക്കെ. ആദ്യം നമ്മുടെ അവിടെയായിരുന്നു, രാജീവ് റോഡിലായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ പുതിയ സ്ഥാപനം ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയും 4 വർഷത്തോളം. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സീസൺ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു സീസൺ ടൈം ഉണ്ട് ഈ ഒരു സ്ഥാപനത്തിന്. എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ അതില്ലാന്നും വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇതുപോലുള്ള ഒരു ബാഗുകൾ, ഇങ്ങനെയുള്ള ഒരു ഷോറൂം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 4 വർഷമായിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറയാന്ന് പറഞ്ഞാൽ മെയ് തൊട്ട് ശേഷം ഡിസംബർ വരെ ഒരു സീസൺ തന്നെയാണ്. മെയ് ജൂൺ എന്ന് പറയുന്നത് കോളേജ് സ്കൂൾ സീസൺ, പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ട്രാവലിംഗ് സീസണാണ്. ഡിസംബർ എന്നെല്ലാം പറയുന്നത് കൂടുതൽ ട്രാവലിംഗ് ടൈമാണ്. ഈ ടൂറിസ്റ്റ് മേഖലയിൽ ഫുൾ ഓപ്പൺ ആകുന്ന സമയം നമുക്ക് ലഗേജ് ബാഗ്, ട്രക്കിംഗ് ബാഗ് അതിലൊക്കെ നല്ല സെയിൽ വരുന്ന ടൈം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ സ്കൂൾ സീസൺ എന്ന് പറയാം, ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജൂൺ തുടങ്ങി, ഇപ്പോഴത്തെ ഒരു തിരക്ക് എത്രയായി? ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഏകദേശം പെരുന്നാളിന് ശേഷം ഇതിന് ശേഷം തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാം തിരക്ക് തുടങ്ങി. കൂടുതലും ഈവനിങ് ആണ് ആൾക്കാർ വരുന്നത്. ഈ ചൂട് കാരണം കൂടുതലും വൈകുന്നേരമാണ് ആൾക്കാരിലുള്ളത്. വൈകുന്നേര സമയത്താണ്. പുതിയ മോഡലുകൾ അങ്ങനെ ബാഗുകൾക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. പുതിയ മോഡൽ ബാഗുകൾ എന്നൊക്കെ പറയാം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു ക്ലോക്ക് പതിച്ച ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരും, ബാക്ക് സൈഡിൽ ക്ലോക്ക് ഉള്ളത്. ആ കാലഘട്ടം കഴിഞ്ഞു. അന്നത്തെ അതൊക്കെ ഭയങ്കര സ്റ്റാർ ആയിരുന്നു. ഇന്ന് ബാഗുകൾക്കൊക്കെ പുതിയൊരു മോഡലുകൾക്ക് വരാറുണ്ടോ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കളർഫുൾ ബാഗുകളാണ്, ലൈറ്റ് കളേഴ്സ്, പുതിയ വെറൈറ്റി കളർ. പിന്നെ കുട്ടികളെന്ന് പറയാൻ യൂണിക്കോണ്, ഇപ്പൊ ഈ വർഷം ട്രെൻഡായിട്ട് വരുന്നതാണ് യൂണിക്കോൺ മോഡൽ ബാഗാണ്. അപ്പൊ ഇതിപ്പോ പുതിയ ട്രെൻഡിൽ വരുന്നതാണ്. ഈ യൂണിക്കോൺ എന്ന് പറയുന്ന പാറ്റേൺ ആണ് കുട്ടികൾ കൂടുതലും എൻക്വയറി വരുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡൽ ബാഗുകൾ വേണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇന്ന മോഡൽ വേണം, അത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരാറുണ്ട്, എത്തിച്ചു കൊടുക്കാറുണ്ട്. ഏത് പാറ്റേൺ വേണമെങ്കിലും മാക്സിമം ട്രൈ ചെയ്ത് കൊടുക്കും. ഈ ബാഗുകൾ മാത്രമാണോ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ബാഗുകൾ മാത്രമാണോ, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്? വാട്ടർ ബോട്ടിൽ, അംബ്രല്ല, പിന്നെ റെയിൻകോട്ട്, കുട്ടികളെ റെയിൻ കവർ, റെയിൻകോട്ട്, പിന്നെ സ്കൂൾ ബാഗ്, കിറ്റ്, ലഞ്ച് കിറ്റ്, പെൻസിൽ പോച്ച് എല്ലാം എത്തിച്ചു കൊടുക്കും. എല്ലാം ഉണ്ട്. ഓരോ കാലഘട്ടത്തിലും ശരിക്കും പറഞ്ഞാൽ ഓരോ മോഡലുകൾ പൊതുവെ വരാറുണ്ട്. അത് കുട്ടികളുടെ ബാഗുകൾക്ക് പൊതുവെ നമുക്കറിയാം, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും കൂടുതൽ മോഡലുകൾ ഇറങ്ങുന്നത് കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഒരു കാലഘട്ടം, നമ്മളൊരു ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ബാഗുകളായിക്കോട്ടെ, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, അത് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്രകളുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുക്സ് ഒഴികെ
ബുക്സ് ഒഴികെ സ്കൂളെല്ലാം ബുക്സും ഷൂ യൂണിഫോം ഒഴികെ ബാക്കി എല്ലാം ഓക്കെ. അങ്ങനെ തീർച്ചയായിട്ടും വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ബാഗ് ആൻഡ് ബാഗിൽ വരാം. 2 സ്ഥലത്താണ്. ഒന്ന് രണ്ടും പറഞ്ഞോളൂ. രാജീവ് റോഡിലും ഒന്ന് ഫോർട്ട് റോഡ് പ്ലാസ ജംഗ്ഷൻ ഫോർട്ട് റോഡിലാണ് ബാഗ് ആൻഡ് ബാഗിന്റെ ഒരു പുതിയ ഷോറൂം. ഏതാണ്ട് 4 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10 വർഷമായിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി റോഡിൽ 10 വർഷമായിട്ട് അവിടെയുണ്ട്. ബാഗുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ബാഗ് ആൻഡ് ബാഗിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഷോറൂമിന്റെ വലിപ്പം കൊണ്ടല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ ഒരു ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷമാണ്. അതാണ് ആ ഷോറൂമിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി ഇമേജ് മൊബൈൽ കിസ് പവർഡ് ബൈ യൂണിഫോംസ് ആൻഡ് ബാഗ്. ഇന്നത്തെ എപ്പിസോഡ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ബറ്റാലിയൻ ടീമിനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടുത്തെ ഒരുപാട് വിശേഷണങ്ങളൊക്കെ ഇനി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടാം, വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന നല്ല സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമസ്കാരം, പേരെന്താണ്? ജംഷീദ്. സുഖമായിരിക്കുന്നു ജംഷീദ്? സുഖമാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം? മുണ്ടേരിയാണ്. ഓക്കെ. മുണ്ടേരിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മുണ്ടേരി എല്ലാം ഒത്തുണങ്ങിയ നല്ല ഗ്രാമമാണ്, സുന്ദരമായിട്ടുള്ള ഗ്രാമം. പിന്നെ വേറെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കലാമേഖലയിലേക്ക് എങ്ങനെയാണ് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം? കല നല്ല ടർഫെല്ലുള്ള എല്ലാ നല്ല ഏരിയ തന്നെയാണ്. ടർഫൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ കളിസ്ഥലങ്ങൾക്ക് ഉണ്ടാകുന്ന കുറവുകൾ കൊണ്ടാണ് ഈ ടർഫുകളൊക്കെ പിറന്നു വരുന്നത്. അത് പണ്ട് കാലത്ത് നമ്മൾ വയലിൽ നിന്നെല്ലാം കളിക്കുന്ന നല്ല ഗ്രൗണ്ട്, ഇപ്പോ അതിലൊന്ന് നഷ്ടപ്പെട്ട് പിന്നെ സ്ഥലങ്ങളെല്ലാം ഓരോ ബിൽഡിംഗ് ഇതെല്ലാം വരുമ്പോ ഗ്രൗണ്ട് എല്ലാം പോയി. നമസ്കാരം, പേരെന്താണ്? ഉമർ. സുഖമായിരിക്കുന്നോ? ഹാപ്പിയാണ്. എവിടെയാ സ്ഥലം? എവിടെയാ ഉമറിനെ? അലവിലാണ്. ഓക്കെ. അലവിൽ ക്ഷേത്രത്തിന്റെ ഒക്കെ അടുത്താണോ അല്ലെങ്കിൽ ഇവിടെ പള്ളീന്റെ അടുത്താണ്? ഹായ് ബൗസ്, പേരെന്നാ? എന്ത് പറ്റി? സുഖമില്ല? ഇല്ല, പറയാറായിട്ടില്ല. അത് പിടിച്ച് വലിച്ച് അതൊക്കെ പൊട്ടിച്ച് ഇത് വേണോ അവക്ക്? പേരെന്താണ് ചേച്ചി? ഇത് അല്ല, മോന്റെ പേര് ഇതൻ. സരിക. ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നേക്കണം. സാധാരണ ഈ ബാഗ് ആൻഡ് ബാഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബാഗ് ആൻഡ് ബാഗിൽ തന്നെയാണോ വരാറ്? ഓക്കെ. ഇവിടെ ഒരു എങ്ങനെയുണ്ട്, ഒരു നമ്മളെ വിചാരിച്ച ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്? എല്ലാം കിട്ടും. ബാഗ് ആൻഡ് ബാഗിന്റെ ഒരു പോസിറ്റീവ് എന്താണ്? ഈ സ്ഥാപനത്തിന്റെ ഒരു പോസിറ്റീവ് എന്താണ് തോന്നുന്നത്? നമുക്ക് വന്ന് കേറിയിട്ട് സാധനം എടുക്കാണ്ട് പോകാൻ തോന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചിട്ട് പോകും. ഇപ്പൊ ഈ ബാഗ് ആൻഡ് ബാഗുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്ര കാലത്തെ ഒരു സ്നേഹമുണ്ട് ഇവിടെ? 2 വർഷം. 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറ്. എന്താ ബാബേ, ഇത് വേണോ? ശരി, നമസ്കാരം. പേരെന്താണ്? സാദ്. എന്താ ചെയ്യുന്നത് സാദ്? ഞാൻ പഠിക്കും. എത്രയല്ല പഠിക്കണേ? പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ. എവിടെയായിരുന്നു കഴിഞ്ഞത്? CHM കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെയാണ് പരിപാടികൾ? റിസൾട്ട് വരണം. ഡിഗ്രി കാര്യങ്ങളൊക്കെ പഠനം. ഏതായിരുന്നു പ്ലസ് ടു? ഏതായിരുന്നു ഗ്രൂപ്പ് എടുത്തിരുന്നത്? കോമേഴ്സ് ആണ് എടുത്തിരുന്നത്. പേരെന്താണ്? യാസിൻ. എവിടെയാണ് സ്ഥലം? ഒരുവച്ചാൽ. ഓക്കെ. സെയിം പ്ലസ് ടു തന്നെയാണ്? ഒരേ ക്ലാസ് തന്നെയായിരുന്നു. വെൽ പ്ലാൻഡ് ആയിട്ട് പോയതാണ് അല്ലേ? ശരി. പേര്? ധനിസ. അങ്ങനെ അല്ലേ? ധനിസ. നല്ല പേരാണല്ലോ, ഒരു വെറൈറ്റി പേരാണല്ലോ ധനിസ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ധനി എന്ന് വിളിക്കും. എവിടെ സ്ഥലം? എവിടെയാണ് ധനിയുടെ? അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. ഇമേജ് മൊബൈൽ കിസ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഇതിൽ ചോദിക്കുന്നത് GK പോലുള്ള ചോദ്യമാണ്. 3 റൗണ്ടിൽ ഓരോ ചെറിയ ചോദ്യം, ഉത്തരം പറയുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ സമ്മാനം. ഇതാണ് പരിപാടി. അപ്പോൾ ഇതിൽ ഒരാളാണ് മത്സരാർത്ഥി കണ്ടത്. ഒരാളോട് ഞാൻ ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. കാരണം ഒന്ന് നിങ്ങൾ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. ആരോടാ ചോദ്യം ചോദിക്കേണ്ടത്? ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചർ തന്നെ. ഓക്കെ. ഇപ്പോൾ പള്ളിക്കുന്ന സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ട്? 2 വർഷമായി. ഞാൻ ഗ്യാപ്പ് വന്നിട്ട് 2 വർഷമായി. കരിയർ ഗ്യാപ്പ് വന്നിട്ട്. അവിടെ ഒരുപാട് നല്ല അധ്യാപകന്മാരുണ്ടായിരുന്നു. വാസുദേവ മാഷ്, രഘുമാഷിനെ പോലെയൊക്കെ ഒരുപാട് നല്ല മാഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഒരു ചെറിയ ചോദ്യമാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. അറിയില്ലെങ്കിൽ ഞാൻ അത് പാസ് ചെയ്യാം. ടീച്ചർ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അതും പ്രശ്നം. കാരണം ടീച്ചർ പഠിപ്പിച്ച് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ല പണിയാണ് കൊടുത്തത് കേട്ടോ ടീച്ചർക്ക്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു ചോദ്യം ചോദിക്കാണ്. ടീച്ചർ റെഡിയാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. ഇപ്പം ചോദിക്കാം പെട്ടെന്ന് ചോദിക്കേ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. പല നിയമങ്ങളും നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. ചിലപ്പോൾ നിയമങ്ങൾ വന്നതുപോലെ തന്നെ അത് മറകളിലേക്ക് ഒളിഞ്ഞു പോകാറുമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ AI ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ പറയുന്നു അതിന് കുറച്ച് കാലത്തേക്ക് അതിന് ഫൈൻ ഇടാന്നില്ല എന്ന് പറയുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്നു ആദ്യം റോഡ് ശരിയാക്ക്. ഇങ്ങനെ പല ചോദ്യങ്ങളും വരാറുണ്ട്. നിയമങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പാലിക്കാനുള്ളത്, അത് തെറ്റിക്കാനുള്ളതല്ല. പക്ഷേ നിയമങ്ങൾ, തെറ്റായി വരുന്ന നിയമങ്ങളുടെ മുന്നിൽ നമ്മൾ എന്തായാലും കണ്ണടക്കുകയും ചെയ്യും. ചോദ്യം: ഈ ഒരു ദിവസം എന്ന് പറയുന്നത്
കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ പോലും വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം, ഒരു ബോട്ടപകടം നടന്ന ഒരു ദിവസം 22 പേരാണ് മരണമടഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോട്ടിലേക്ക് ആൾക്കാരെ കുത്തി നിറച്ച് കയറ്റുന്ന രീതിയിലുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 10-40 ആൾക്കാർ യാത്ര ചെയ്തു, അതിലേതാണ്ട് 22 പേര് മരിച്ചു എന്നുള്ള പറയുന്ന വാർത്ത. ഏത് ജില്ലയിൽ ഏത് സ്ഥലം, അതാണ് എൻ്റെ ചോദ്യം. ഇതാണ് ഫസ്റ്റ് റൗണ്ടിലെ ചോദ്യം. ഇതൊരു പ്രസൻറ്റ് ഇപ്പോഴത്തെ ഒരു ചോദ്യമാണ്. വളരെ വേദനിപ്പിക്കുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും അതിൽ നമ്മളോട് വിട പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട്. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെയും ഇമേജ് മൊബൈൽ കിസിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏത് സ്ഥലത്താണ് ഈ ഒരു അപകടം? ഏത് ജില്ല, ഏത് സ്ഥലം? താനൂര്, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ താനൂര്. ഉറപ്പാണ്. മലപ്പുറം ജില്ലയിലെ താനൂര് എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതായത് ബോട്ടിലേക്ക് കയറിയവർ, ബോട്ടിൽ സാധാരണ യാത്ര ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ബേസ് ഇത്ര ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ അതിന് ഉപരി അതിൽ കൂടുതൽ ആൾക്കാർ അതിൽ യാത്ര ചെയ്തു. 40ഓളം ആൾക്കാരാണ് ആ ബോട്ടിൽ യാത്ര ചെയ്തത്. അതിൽ 22 പേരാണ് നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞു പോയത്. ഇതിനൊരു നിയമം വേണ്ടേ? നിർബന്ധമായും വേണം. AI ക്യാമറയേക്കാൾ കൂടുതലും വേണ്ട നിയമം ഇതിന് തന്നെയല്ലേ? നിയമങ്ങളൊക്കെ വേണം. കാരണം എത്രയോ കുട്ടികളും കൂടിയാണ് അതിൽ മരണപ്പെട്ടത്. അത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. അതിൽ ഒരു കുടുംബത്തിൽ എത്ര പേർ പേരാണ് മരിച്ചത്? ശരി. അപ്പോൾ താനൂർ എന്ന് പറയുന്ന സ്ഥലം, മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം. ഈ ചോദ്യം ചോദിക്കാൻ കാരണം നാളെ ചിലപ്പോൾ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം വന്നേക്കാം. കാരണം എല്ലാം ചരിത്രമാണ്. അപ്പോൾ ഈ ഒരു സംഭവം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നാളത്തേക്ക് ഒരു ചരിത്രമായിട്ട് മാറും. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ടീച്ചർക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം. ടീച്ചറെ, നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. രണ്ടാമത്തെ റൗണ്ടിൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്. ഈ ചോദ്യം ചിലപ്പോൾ ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും. ഞാൻ ചെറിയൊരു ക്ലൂ തരാം, അതിൽ പിടിച്ചിട്ട് ഉത്തരം പറഞ്ഞേക്കണം. ഓക്കെ, ചോദ്യം. ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയാണിത്. ഈ കമ്പനിയുടെ പേര് സ്പാർക്കിനോവ എന്നാണ്. ഈ കമ്പനിയുടെ പേര് സ്പാർക്കിനോവ. ഈ കമ്പനി നിർമ്മിച്ച ഈ കമ്പനി ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുവാനും സംസാരിക്കുവാനും ആളുകളെ സഹായിക്കുന്ന ആപ്പാണിത്. അതായത് സ്പാർക്കിനോവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ അവർ നിർമ്മിച്ച ഒരു ആപ്പാണ് ഇത്. ഒന്നുമില്ല, ഒരു വ്യക്തിയുമായി ബന്ധപ്പെടാനും അദ്ദേഹമായിട്ട് സംസാരിക്കുവാനും ആളുകളെ സഹായിക്കുന്ന ഒരു ആപ്പാണിത്. ഏതാണ് വ്യക്തി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ വ്യക്തി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജ ചെയ്ത ആൾക്കാരും ഉണ്ട്. മലയാളിയാണ്, ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. കിട്ടുന്ന പൈസ മൊത്തം നമ്മുടെ സമൂഹത്തിലൊക്കെ ചെലവഴിക്കുന്ന ഒരു വ്യക്തി, സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാക്കാത്തൊരു വ്യക്തി. പക്ഷേ ഒരു ജീവിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരാൾ കൂടിയാണ്. ഒരു ജീവി, ആ ജീവിയെ പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ആ ഒരു ജീവിയെ പിടിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. നമ്മളെ കണ്ണൂർ വന്നിട്ടുണ്ട്. സുരേഷ് തന്നെയാണെന്ന് തോന്നുന്നു. ജീവി എന്നൊക്കെ പറഞ്ഞു അതന്നെ പൊട്ടിച്ചിളക്കൂട്ടോ. കാരണം ആൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് അറിയത്തില്ല. എനിക്ക് ആളാണ് സംശയമാണ്. ആണോ മോനെ? ഇതൊരു സ്പാർക്കിനോവ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരാളായിട്ട് സംസാരിക്കുവാനും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അത്. ഈ വാവ സുരേഷ് എന്ന് പറയുന്ന ആളായിട്ടുള്ള ആപ്പാണ്. താങ്കൾ തന്ന സൂചന തന്നെ ഹോസ്പിറ്റലായിട്ടുണ്ട്, പിന്നെ ഒരു ജീവി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വാവ സുരേഷിനെ അറിയില്ലേ? വാവ സുരേഷിനെ ആയിരിക്കും. ആവാം. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വാവ സുരേഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പാർക്കിനോവ എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയ ആപ്പ് ഇദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ളതാണ്. ആര് എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഞാൻ പോലും അദ്ദേഹം ഹോസ്പിറ്റലായ സമയത്ത് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം വളരെ പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് വാവ സുരേഷ് എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ, കണ്ണൂർ കാൾടെക്സിലുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. വലിയൊരു ഷോറൂമാണ്, മൊബൈലുമായി ബന്ധപ്പെട്ട വലിയൊരു ഷോറൂമാണ്. ഇമേജ് മൊബൈലിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഡിസ്കൗണ്ട് കാർഡാണ്. ഈ കാർഡായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ടീച്ചർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലായിട്ട് പോയാൽ മതി. ഇനി ഇതും കയറരുത് കേട്ടോ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മറ്റൊരു സമ്മാനം. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. ഓഡിയൻസ് ചോയ്സ് റൗണ്ടിൽ ഞാനൊരു ചോദ്യം ചോദിക്കും.
അത് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ വാട്സപ്പിലേക്ക് ഒരു ചോദ്യം അയച്ചു തന്നിട്ടുണ്ട്. അതിലൊരു ഏതൊരാൾ അയച്ചു തന്നൊരു ചോദ്യം ഞാൻ ടീച്ചറോട് ചോദിച്ചു. ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ബാഗ് ആൻഡ് ബാഗിൻ്റെ കുറച്ച് വലിപ്പമുള്ളൊരു സമ്മാനം സുന്ദരമാണ്. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കിറ്റ് ചെയ്യാം. പിന്നെ ഇവരിൽ നിന്ന് ഒരാളോട് ഹെൽപ്പ് ചോദിക്കാം. ഒരു ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടെ കിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ ടീച്ചർക്ക് പോകാം. എന്ത് ചെയ്യുന്നു? ഇവരെ മുഖം നോക്കിയിട്ട് വേണം മത്സരത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നെ പ്രതീക്ഷിക്കരുത്, ഞാൻ ഈ സൈഡിലുണ്ട്. 3 പോവാണ്. അത് പോവേണ്ടി വന്നിരിക്കുന്നു അല്ലേ? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാന്ന് പറഞ്ഞത്. ഞാൻ ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ തിരിച്ചു വാങ്ങിക്കുവേ. കുഴപ്പമില്ല. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് വൻകുളത്ത് വയലിൽ നിന്നും യദു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. യാത്രകൾ ഇഷ്ടമാണോ? യാത്ര ഇഷ്ടം. എവിടെയൊക്കെ ദൂരത്തെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അരുണാചൽ പ്രദേശ്, പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട് യാത്രകൾ? യാത്ര പുറത്ത് പോയിട്ടുണ്ട്. പുറത്ത് പോയാ? ക്ലബ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. ഊട്ടി, അങ്ങനെ മൈസൂർ ടീമൊക്കെ ആയിട്ട് നാട്ടിലെ ടീമുകളൊക്കെ ആയിട്ട് കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ട്. സൗദിയിലാ? ഓക്കെ. ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വെക്കേഷൻ കേരളത്തിൽ മാത്രമേ പോയി. ശരി. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ +2 അങ്ങനെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലി തേടിയിട്ടൊക്കെ പോകാറുണ്ട്. അതാണ് ചോദിച്ചത്, ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ. ഓക്കെ, ശരി. മുന്നേ പോയതാണ്. ശരി. ചോദ്യം, നമുക്കറിയാം നമ്മുടെ യാത്രകളൊക്കെ വളരെ സുന്ദരമാണ്. ഇപ്പോൾ അതാണ് അതിൻ്റെയൊക്കെ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ ബാഗുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചോദ്യം ചോദിക്കാം, 3 ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബിഗ് 3. അതായത് 3 ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബിഗ് 3. അതിലൊന്ന് ഓഡി അറിയാലോ, മറ്റേതാണ് BMW എന്നിവരാണ്. മൂന്നാമത്തെ കമ്പനി ഏത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നും കൂടി ആലോചിച്ച് പറയാം. 3 ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബിഗ് 3. ഒന്ന് ഓഡി, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലേ വാഹനമാണ്, കോടികളാണ്. മറ്റേത് BMW. മൂന്നാമത്തെ കമ്പനി ഏത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ കമ്പനി ഏത്? അറിയില്ലെങ്കിൽ ഇവരോട് ഹെൽപ്പ് ചോദിക്കാം. ഒന്ന് ഓഡി, ഒന്ന് BMW, മറ്റേത് എന്താണ് ആലോചിച്ച് പറയണേ. 3 ജർമ്മൻ കാർ നിർമ്മാതാക്കളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബിഗ് 3. ജർമ്മൻ. ലംബോർഗിനി അല്ല കേട്ടോ, അല്ല. സിമ്പിളാണ്. ഓഡി, BMW, അടുത്ത എന്താണ്? നമ്മുടെ കേരളത്തിൽ പോലും നേരത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് ഓഡി എന്ന് പറയുന്നത്, ഒന്ന് BMW. മൂന്നാമത്തെ കമ്പനി ഏതാന്നുള്ളതാണ് ചോദ്യം. എന്ത് പറയുന്നു കൂട്ടുകാരൻ? എന്ത് പറയുന്നു? ബെൻസ് ആണോ? അല്ല, വ്യത്യാസം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ബെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ഈ ജർമ്മൻ കാർ നിർമ്മാതാക്കൾ, അവരെ പൊതുവെ വിളിക്കുന്ന ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ബിഗ് 3 എന്നുള്ളത്. അതിലൊന്ന് ഓഡി, മറ്റേത് BMW. എന്താണ് മൂന്നാമത്തെ കമ്പനി? ഈ ബിഗ് 3യിൽ 3 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് യദു ചന്ദ്രൻ, അഴീക്കോട് വൻകുളത്ത് വയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മെഴ്സിഡൻസ് ബെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ബിഗ് 3യിലെ മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ബെൻസ് ആണോ? ഓഡി, BMW, ബെൻസ്, അങ്ങനെയാണോ വരിക? ബെൻസ്, BMW, ഓഡി, ബെൻസ്. ബെൻസിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ട്. ബെൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മെഴ്സിഡൻസ് ബെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെൻസ് എന്നുള്ളത് ബിഗ് 3യിൽ ബെൻസ് എന്നുള്ളത് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം. അന്ന് ബെൻസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബാഗ് ആൻഡ് ബാഗിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വന്ന സമയത്ത് ബെൻസ് പറഞ്ഞിട്ട് സമ്മാനം കിട്ടുന്നു പറഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഇത് ഈ ജർമ്മൻ ആഡംബര കാർ ബിഗ് 3 എന്നറിയപ്പെടും. ഒന്ന് ഓഡിയാണ്, ഒന്ന് BMW ആണ്, മറ്റേത് മെഴ്സിഡൻസ് ബെൻസ് എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പോൾ സന്തോഷം, പരിചയപ്പെട്ട സന്തോഷം. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബോസേ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഈ ബാഗ് ആൻഡ് ബാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ഷോറൂമുമായുള്ള ബാഗുകളുടെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ കളേഴ്സ്, ബാഗിൻ്റെ ഒക്കെ ഒരുപാട് വിശാലമായിട്ടുള്ള ആ സൗന്ദര്യം നിറഞ്ഞതൊക്കെ നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലൂടെ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ഷോറൂമിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറയും ഇത്ര കാലം കഴിഞ്ഞാൽ നമുക്കത് റിന്യൂ ചെയ്യാം, അതായത് ഇത് പുതുക്കാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ ഇവിടുന്ന് ബാഗ് ആൻഡ് ബാഗുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ഒരു സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ ബാഗുകൾ പർച്ചേസ് ചെയ്താൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അത് അവരെ തന്നെ ക്ലിയർ ചെയ്ത് തരും. അതൊന്ന്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഓൺലൈൻ കാലഘട്ടമാണ്. ആർക്കും ഇപ്പോൾ ഷോറൂമിലൊക്കെ വന്നിട്ട് വാങ്ങിക്കാനുള്ള ഒരു എന്താ പറയുക സമയമോ ഇല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുപോലെ എവിടെയെങ്കിലും കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ബാഗുകളുടെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് ബാഗ് ആൻഡ് ബാഗിൻ്റെ, അതിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് കൊറിയർ സർവീസ് എന്ന് പറയുന്ന സൗകര്യം, അതായത് എവിടെയാണുള്ളത് നിങ്ങൾക്ക് ആ ബാഗ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇവിടെ ബാഗ് ആൻഡ് ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി നേരിട്ടിട്ടാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ബാഗുമായി ബന്ധപ്പെട്ട് കമ്പനി ബാഗ് ആൻഡ് ബാഗിൻ്റെ ടീം അംഗങ്ങൾ നേരിട്ടിട്ടാണ് ബാഗ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ട് നൽകുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും. ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ മാക്സിമം ഡിസ്കൗണ്ട് നൽകാൻ വേണ്ടിയിട്ട് ബാഗ് ആൻഡ് ബാഗിൻ്റെ ടീം അംഗങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ബാഗ് ആൻഡ് ബാഗിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്നത് സൗന്ദര്യമായിരിക്കും. ചിലപ്പോൾ ക്യാമറ കണ്ണിലൂടെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യമായിരിക്കും. പക്ഷേ ഇതിനേക്കാളും സൗന്ദര്യം കാണണമെങ്കിൽ അല്ലെങ്കിൽ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോറൂമിലേക്ക് വരണം. ബാഗ് ആൻഡ് ബാഗ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂമിലേക്ക് വരികയും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ശരി, ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടീമാണ് ബാഗ് ആൻഡ് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലുള്ള, ഞാൻ ഈ പ്രോഗ്രാമിൽ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചിരുന്ന ചോദ്യങ്ങൾ മത്സരിക്കുന്ന മത്സരാർത്ഥികളോട് ഞങ്ങൾ ചോദിക്കും. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം അയച്ചിരുന്ന വ്യക്തി ആരാണോ അവർക്കുള്ളതാണ് ആ ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം, 3ാമത്തെ റൗണ്ടിലെ സമ്മാനം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.